പൊന്നാരൻ്റെ മക്കളെ വല്ലാത്ത ഒരു കാറ്റ്ലിയാണ് കേട്ടോ. എവിടെയും കാണാത്ത തരം കാറ്റ്ലിയാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് ഈ കാറ്റ്ലിയ ഉണ്ടല്ലോ, ഇത് ബിഗ് പോട്ടിൽ വലിയ കാറ്റ്ലിയ. ആ പൂവിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കി, നമ്മൾ ഇതുവരെയും കാണാത്ത തരം പൂക്കളാണ് വന്നിട്ടുള്ളത്. അതിശയിപ്പിക്കുന്ന കളറുകൾ, വലിയ പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഏതാണ് പൂവ് ഏതാണ് പ്ലാന്റ് എന്ന് എന്നോട് ചോദിക്കണ്ട, അത് ഈ കാണുന്ന നമ്പറിൽ ചോദിക്കുക. ഇത്രയും പൂക്കൾ, ഈ കാണിക്കുന്ന പൂക്കൾ കംപ്ലീറ്റ് ഈ ഫാമിൽ വന്നിട്ടുണ്ട്. ഈ പൂവിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടക്കണം ഇങ്ങനത്തെ ഒരു പൂവൊക്കെ. അത്രയും കാറ്റ്ലിയകൾ, പുതിയ വെറൈറ്റി കാറ്റ്ലിയകൾ, അതും ബിഗ് പോട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. മുംതാസ് ഓർക്കിഡിലാണ് വന്നിട്ടുള്ളത്. മുംതാസ് ഓർക്കിഡ് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും പെരിന്തൽമണ്ണ ടൗണിൽ, പെരിന്തൽമണ്ണേൻ്റെ തലപ്പത്ത് എന്ന് തന്നെ പറയാം. നല്ല എന്താണ് പറയുക, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ബൈപ്പാസിൽ പെൻഡിയം ഫ്ലാറ്റിനടുത്ത് ആര് പെരിന്തൽമണ്ണ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും മുംതാസ് ഓർക്കിഡ് ഒന്ന് വിസിറ്റ് ചെയ്തൊന്ന് പോണേ. അത്രയും വലിയൊരു ഫാം, നല്ല 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 വെറൈറ്റി പ്ലാന്റുകൾ, നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ. എന്താ പ്ലാന്റിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കാണ്. അതും ഈ കളർ, ഈ കാണിക്കുന്ന കളർ പൂക്കൾ വന്ന കാറ്റ്ലിയാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അതും വെറൈറ്റികൾ, നമ്മൾ ഇതുവരെയും കാണാത്തതും കണ്ടതുമായ പൂക്കളാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പൂക്കൾ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ, ഏത് പൂവിനോടാണോ താല്പര്യം ആ പൂവ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരോട് ആ പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാൻ പറയുക. അപ്പോൾ ആ പ്ലാന്റിൻ്റെ വിലയും ചോദിക്കുക കേട്ടോ. അപ്പോൾ വില അറിയും, പിന്നെ പ്ലാന്റും നിങ്ങൾക്ക് കാണാം, ആ പ്ലാന്റിൻ്റെ പൂവും നിങ്ങൾക്ക് കാണാം, എല്ലാം കാണാം. അത്രയും നല്ല പ്ലാന്റുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള കാറ്റ്ലിയകൾ. ഇപ്രാവശ്യം ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കാറ്റ്ലിയ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ വെറൈറ്റി പൂക്കൾ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഈ കാണുന്ന കുറച്ച് പ്ലാന്റുകൾ, എല്ലാ വെറൈറ്റികളും കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം പിന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് ആ വെറൈറ്റികൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. ഏത് പ്ലാന്റാണോ വേണ്ടത് ആ പൂവ് ഓൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ആ പ്ലാന്റ് സെലക്ട് ചെയ്ത് വാങ്ങിച്ചോളി കേട്ടോ. ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും മുംതാസ് ഓർക്കിഡിൻ്റെ നമ്പർ. അത്രയും വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്ലാന്റുകളും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒക്കെ വെറൈറ്റി പ്ലാന്റുകളാണ്. പൂവുകൾ ഒരു വിധമൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു. ഇനി പ്ലാന്റുകൾ ശരിക്കും ഒന്ന് കണ്ടോളി കേട്ടോ. അതിലൊരു വൈറ്റ് ഒരു എന്താണ് അപ്പൂപ്പന്താടി പോലെയുള്ളൊരു പൂവ് കണ്ടില്ലേ, അതിൻ്റെ പ്ലാന്റാണിത് കേട്ടോ. എന്താ പ്ലാന്റിൻ്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ ഓരോരോ പ്ലാന്റും അതൊക്കെ അങ്ങോട്ട് പൂത്താലുണ്ടല്ലോ, നിറച്ച് പൂക്കണം കേട്ടോ. ആകെ കുറച്ചീച്ച പ്ലാന്റ് എല്ലാം ഓരോ വെറൈറ്റിയും 4-5 പ്ലാന്റുകളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചോളി എന്ന് പറഞ്ഞത് കേട്ടോ. ഈ പ്ലാന്റൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കാണാത്ത തരം പ്ലാന്റുകളാണ്. ഇത് ആദ്യം മുംതാസ് ഓർക്കിഡിൽ വന്നിരുന്നു കേട്ടോ. പക്ഷേ ഇത് പൂവിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ ലീഫൊക്കെ ഒന്ന് നോക്കി, എന്തൊരു ഭംഗിയിലാണ് അതൊക്കെ നിൽക്കണം. അതൊക്കെ പൂത്താൽ എന്തൊരു ഭംഗിയായി കാരം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്നാണ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു ഇത്തിരി വലിയ വീഡിയോ ആണ്, ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഒരിക്കലും നഷ്ടം വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഓർക്കിഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഹെൽത്തായ അതും ഒന്ന് കാണുമ്പോൾ എത്ര നല്ല ഭംഗിയായി കാരണം. നിങ്ങൾ മുംതാസ് ഓർക്കിഡിൽ പോണത് എന്തോ ഒരു ഇഷ്ടമാച്ചിട്ടാ ഇപ്പോൾ. അതേപോലെ തന്നെ എനിക്ക് അഗ്രിബീസ് പോയാലും ഭയങ്കര ഇഷ്ടം. മുനീറാൻ്റെ അടുത്ത് പോയാൽ ബിസ്മി ഓർക്കിഡിലുണ്ടല്ലോ, അവിടെ പോയാലും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയില്ല നിങ്ങളോട്, നമ്മൾ ഈ എന്താ
പിന്നെ ഓടക്കൂട്ടത്തിൽ ആന കടന്ന മാതിരിയാണെന്ന് അതേമാതിരിയാണ് ഓർക്കിഡിൻ്റെ അടുത്ത് ചെന്നാൽ എല്ലാ പ്ലാന്റും ഒന്ന് തൊട്ട് തല ഓടി എല്ലാ പ്ലാന്റും ഒക്കെ ഒന്ന് എടുത്തു നോക്കി ഒക്കെ പോരും കേട്ടോ. എനിക്ക് എല്ലാ പ്ലാന്റ് കാണുമ്പോഴൊക്കെ എടുക്കണം തോന്നും കേട്ടോ. പിന്നെ പൈസൻ്റെ പ്രശ്നം വിചാരിക്കുമ്പോൾ എടുക്കാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോരുന്നതാണ്. ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ എടുക്കാൻ എനിക്ക് ബോധ്യമുണ്ട് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ലല്ലോ, വെക്കാനും വേണം സ്ഥലം, പിന്നെ നമ്മളെ കയ്യിൽ കാശും വേണം. ഇപ്പോൾ പഴയ പോലെ ഞാൻ എടുക്കലില്ല. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും നല്ലോണം പ്ലാന്റ് വാങ്ങിയിരുന്നു. ഇപ്പോൾ കുറേ പ്ലാന്റുകളൊക്കെ നഷ്ടപ്പെട്ട് പോയി. പിന്നെ ഇപ്പോൾ വെക്കാൻ സ്ഥലം ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ കൊള്ളണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പെരിന്തൽമണ്ണ ടൗണിൽ വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുംതാസ് ഓർക്കിഡ് ഒന്ന് ചോദിച്ചറിഞ്ഞങ്ങാണ്ട് ഒന്ന് കയറിക്കോളി കേട്ടോ. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്രയും വലിയ ഒരു ഫാമാണ്. ഇപ്പോൾ കാരണം പെരിന്തൽമണ്ണ ടൗണിലൊന്നും ഇപ്പോൾ എന്താണ് നമുക്ക് ഓർക്കിഡിൻ്റെ ഒരു ഫാം ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം അങ്ങനെ എടുത്ത് പറയണത്. വലിയ 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 കാറ്റ്ലിയാണ് വന്നിട്ടുള്ളത്. എല്ലാ പ്ലാന്റും കാറ്റ്ലിയ മൊത്തം ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് കാറ്റ്ലിയകൾ വന്നിട്ടുണ്ട്. ഈ വെറൈറ്റികൾ ഒരുപാട് 10-20ഓളം വെറൈറ്റികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പൂക്കളാണ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ ചിലതൊക്കെ അങ്ങനെ കുറഞ്ഞ ചേഞ്ചിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഏകദേശം ഒരുപോലെ തോന്നും. ഇനി അത് അവരോട് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾ അവരെ കൊണ്ടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതിയിട്ട്, അല്ലെങ്കിൽ അവരെ കാറ്റലോഗിലൊന്ന് നോക്കിയാൽ മതി. ഓരോന്നിൻ്റെ പേരാണത് കേട്ടോ. പിന്നെ പൂമ്മ പേരുണ്ടല്ലോ. പിന്നെ പ്ലാന്റുകൾ നോക്കിയാൽ മതി. പൂ നോക്കിയിട്ട് അതിൻ്റെ പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി അവരോട്. ഞാൻ മൊത്തത്തിൽ പ്ലാന്റിന് എടുത്തിട്ട് വീഡിയോ ഇട്ടുന്നതാണ്. ഞാൻ 2 പ്ലാന്റാണ്, ഒരു ഡെൻഡ്രോബി ഒരു കാറ്റ്ലിയാണ് ആകെ വാങ്ങിച്ചത്. എനിക്ക് ആ കടും ചുവപ്പ് നല്ലോണം പറ്റി. ആദ്യം ഞാൻ കാണിച്ചില്ല ഒരു പൂവ്, അത് കേട്ടോ വല്ലാത്ത ഒരു ഭംഗിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് ഞാൻ എടുത്തു. കൊളാജൻ എന്ന് പറഞ്ഞ നമ്മളിങ്ങനെ മഞ്ഞൊരു പൂവ് തൂങ്ങി നിൽക്കൂലേ സെൽവഞ്ചിനി ഓർക്കിഡ്, അതുപോലത്തെ വേറൊരു ഐറ്റാണിത് കേട്ടോ. ഈ കാറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാതും കേട്ടോ ബിഗ് പോട്ടിലല്ലാത്തതും. ഇതിപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പെട്ടി ഉണ്ടാക്കിയിട്ട് ആ മരത്തിൻ്റെ പെട്ടിയിൽ അതൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇങ്ങനെ മരത്തിൻ്റെ പെട്ടിയിലൊക്കെ ഇങ്ങനെ ചതുരപ്പെട്ടിയാക്കി വന്നുകൊണ്ടൊന്നും കാറ്റിൽ ഇതുവരെയും വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരുവിധം പ്ലാന്റുകളൊക്കെ വെറൈറ്റി മുംതാസ് ഓർക്കിഡിലാണ് ആദ്യം വരിക. കണ്ടില്ലേ മരപ്പെട്ടിയിൽ വന്നിട്ടുള്ളത്. ഈ കാറ്റ്ലിയൻ്റെ പൂവൊക്കെ എന്തോ ഒരു ഭംഗിയാണ് അറിയോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചിട്ട് കാണിച്ചു തരാൻ പറയുന്നുണ്ടോ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ പ്ലാന്റ് നോക്കിയിട്ട് എളുപ്പം ഓർഡർ ചെയ്തോളി. ഒരുവിധം കാറ്റ്ലിയൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തന്നു. ബുഷി ആയത് ഹൈബ്രിഡ് ആയതും വലിയ പൂക്കളുള്ളതും ചെറിയ കൊല കുത്തി പൂക്കണതും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡെൻഡ്രോബിയം പോലെ വലിയ തണ്ട് വന്നുകാണ്ട് അയിമൽ പൂവ് വരുന്നതും അങ്ങനത്തെ ഉള്ള എല്ലാ പ്ലാന്റുകളും ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചു തന്നു. അതിൻ്റെ പൂക്കളും ഞാൻ ഇട്ട് തന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണേ. നിങ്ങളെ ലൈക്കിനും കമൻറ്റിനും ഒക്കെ വലിയ വിലയാണ് കേട്ടോ, നല്ല വിലയാണ്. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടണത്. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിരുന്നോട്ടെ, എല്ലാവർക്കും ഇത് ആവശ്യക്കാരൊക്കെ വാങ്ങിച്ചോട്ടെ. ഇനി വാങ്ങിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ ഒക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടണം, ഇഷ്ടപ്പെട്ടു പറയണം, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. ഓരോരോ പൂവിൻ്റെയും ഭംഗി നോക്കുകയാണ്. അപ്പോൾ ഞാനിനി വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പ്ലാന്റുകളൊക്കെ ആദ്യത്തൊക്കെ ബിഗ് പോട്ടിലാണ് കാണിച്ചത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.